സംസ്ഥാനത്ത് KSEBയുടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം തുടങ്ങി. പാലക്കാട് രാത്രി 7-നും അർദ്ധരാത്രി 1 മണിക്കും ഇടയിലാണ് നിയന്ത്രണം ഉണ്ടാവുക. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഈ മേഖല തിരിച്ചുള്ള പവർ കട്ട് അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം വേണമെന്ന ആവശ്യം KSEB ഉന്നയിക്കുകയായിരുന്നു. ഏതർത്ഥത്തിലാണ് ഇതിപ്പോൾ സാധ്യമായിരിക്കുന്നത്, പ്രായോഗികമായിരിക്കുന്നത്? ജിംഷാദ്, ഇന്നലെയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയും KSEBയും ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് നിലവിൽ ലോഡ് ഷെഡിംഗ് വേണ്ട, പകരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മതി എന്നൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. അതേ തുടർന്ന് KSEBയോട് നിർദ്ദേശങ്ങൾ പറയണമെന്ന് പറഞ്ഞിരുന്നു ഇന്നലത്തെ യോഗത്തിൽ. അതിനെ തുടർന്നാണ് ഇപ്പോൾ KSEB കുറച്ചധികം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് വൈദ്യുതി ക്രമീകരണം വരുത്താൻ KSEBയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ രാത്രി 9 മണി കഴിഞ്ഞാൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുതെന്നും പറയുന്നു. വീടുകളിൽ AC-യുടെ ഊഷ്മാവ് 26 ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണമെന്നും ജലവിതരണത്തെ ബാധിക്കാത്ത രീതിയിൽ വാട്ടർ അതോറിറ്റി പമ്പിംഗ് ക്രമീകരിക്കണമെന്നും KSEBയുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 2 ദിവസത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം KSEB വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം വൈദ്യുതി ഉപഭോഗം കൂടിയ പ്രദേശങ്ങളിൽ KSEB മേഖല തിരിച്ചുള്ള നിയന്ത്രണവും ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇത് സംബന്ധിക്കുന്ന സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ രാത്രി 7-നും അർദ്ധരാത്രി 1 മണിക്കും ഇടയിലാണ് നിയന്ത്രണങ്ങൾ KSEB ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളിലൊക്കെ തന്നെ 2 ദിവസം KSEB നോക്കിയതിനു ശേഷം അത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കി വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് നൽകും. അതിനുശേഷമായിരിക്കും KSEB തുടർ നടപടികളിലേക്ക് നീങ്ങുക. അജിൻഷാദ്. ശരി സൂര്യഗായത്രി.